വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6, 52 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. കഫർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. കാലത്തിന് മരയിപ്പിക്കാനാകാത്ത യേശുവിന്റെ വാക്കുകൾ. യേശു തന്റെ പരസ്യജീവിത കാലത്ത് വസിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം കഫർനാമിലെ ഒരു വീടായിരുന്നു. ഈ വീടിനെ സംബന്ധിച്ചാണ് സുവിശേഷത്തിൽ നാം പരാമർശം കാണുന്നത്. അവൻ അവന്റെ വീട്ടിലായിരുന്നപ്പോൾ എന്ന പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വീടാണ് കഫർനാമിൽ യേശു താമസിച്ചിരുന്ന വീട്. ഈ വീടിന്റെ അടുത്താണ് കഫർനാമിലെ സിനഗോഗ് ഉണ്ടായിരുന്നത്. ഈ സിനഗോഗായിരുന്നു യേശുവിന്റെ പരസ്യജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലുള്ള പ്രധാനപ്പെട്ട പ്രബോധന വേദി. ഈ സിനഗോഗായിരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നീട് പല കാരണങ്ങളാൽ സിനഗോഗിൽ നിന്ന് യേശു പുറത്തു വന്നതിന് ശേഷമാണ് മലയോരങ്ങളിലും കടലോരങ്ങളിലും തെരുവോരങ്ങളിലും ഒക്കെ യേശു തന്റേതായിട്ടുള്ള പ്രബോധനങ്ങൾ ജനങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാൻ ഇടവന്നത്. ഈ സിനഗോഗിന്റെ പല ഭാഗങ്ങളും ഇന്നും അതേ രീതിയിൽ തന്നെ അവിടെ സംരക്ഷിക്കപ്പെട്ടു പോരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. സുവിശേഷങ്ങളിൽ നാം വായിക്കുന്ന പല പരാമർശങ്ങളും സിനഗോഗിൽ യേശുവിന്റെ പ്രവർത്തനത്തെപ്പറ്റി പറയുന്ന ആ സന്ദർഭങ്ങളിലൊക്കെ പ്രധാനമായിട്ടും കഫർനാമിലെ പ്രസ്തുത സിനഗോഗാണ് വേദിയായിരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ സിനഗോഗിന്റെ വളരെ അടുത്ത് ആണ് യേശുവിന്റെ ശിഷ്യപ്രമുഖനായ പത്രോസിന്റെ ഭാര്യ മാതാവ് വസിച്ചിരുന്ന സ്ഥലം. യേശു ആ വീട്ടിൽ ചെന്നാണ് ആ ഭാര്യ മാതാവിനെ സുഖപ്പെടുത്തിയതായിട്ട് സുവിശേഷത്തിൽ പറയുന്നത്. ആ വീടിന്റെ ആയിരിക്കുന്ന അടിത്തറ ഇന്നും അവിടെ സംരക്ഷിക്കപ്പെട്ടു പോരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ചരിത്രങ്ങള് ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് കഫർനാം എന്നുള്ളതാണ് സത്യാവസ്ഥ. കഫർനാമിലെ പ്രസിദ്ധമായ സിനഗോഗിൽ യേശു ഒരു ദിവസം നടത്തിയ പ്രബോധനത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. ഈ ഭാഗത്തിൽ യേശു പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകളാണ്. യേശു വ്യക്തമാക്കുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്ന മനുഷ്യർക്ക് ജീവൻ നൽകാൻ വേണ്ടി വന്നിരിക്കുന്ന അപ്പമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാത്തവൻ നിത്യജീവന് അർഹനല്ല. ഈ പ്രബോധനങ്ങള് ശ്രോതാക്കളായിട്ടുള്ള യഹൂദന്മാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നു. എങ്ങനെയാണ് ജീവനുള്ളൊരു വ്യക്തിക്ക് തന്റെ ശരീരരക്തങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണപാനീയമായിട്ട് നൽകാൻ സാധിക്കുക എന്നുള്ള രീതിയിലാണ് അവരുടെ ചിന്ത പോയത്.
യഥാർത്ഥത്തിൽ യേശുവിന്റെ ദർശനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാനുള്ള വിശ്വാസത്തിന്റെ അടിത്തറ അവർക്കില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഉപരിപ്ലവമായിട്ടുള്ള ചിന്തയിലേക്ക് അവർ നീങ്ങാനിടവന്നത്. അതവർക്ക് ഇടർച്ച പോലും വരുത്തത്തക്ക വിധത്തിലുള്ളതായി തീർന്നു എന്ന് സുവിശേഷങ്ങളിൽ നിന്ന് നാം വായിക്കുന്നു. എന്തുമാത്രം ഇടർച്ചകളും പ്രതിസന്ധികളും യേശുവിന്റെ മുമ്പിൽ ഉയർന്നു വന്നിട്ടും പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള തന്റെ കാഴ്ചപ്പാടിൽ ഒരു തരത്തിലും വ്യതിയാനം വരുത്താൻ യേശു തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. യേശു തന്റെ ഹൃദയത്തിനോട് അടുത്ത് പിടിച്ചിട്ടുള്ള ചുരുക്കം ചില ദർശനങ്ങളിൽ പ്രധാനപ്പെട്ട ദർശനമാണ് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള ദർശനം. അത്ഭുതമായിട്ട് നമുക്ക് തോന്നാം, അന്ന് ഖഫർനാമിലെ സിനഗോഗിൽ വെച്ച് ശ്രോതാക്കളായിട്ടുള്ള യഹൂദന്മാരോട് പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് യേശു എന്ത് സംസാരിച്ചുവോ ആ സംസാരത്തിന്റെ ഇതിവൃത്തം വള്ളിപുള്ളി വ്യത്യാസം കൂടാതെ നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശു സ്ഥാപിച്ച സഭയില് ഇന്ന് ആ സഭയുടെ വിശ്വാസവും ആ സഭയുടെ ജീവിതവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള സത്യം. കത്തോലിക്ക സഭാ മക്കൾ ഇന്നും അവരുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായിട്ട് കാണുന്നതും അവരുടെ ജീവിതത്തിന്റെ ആധാരമായിട്ട് കാണുന്നതും അവരുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ട് അവർക്ക് ദർശിക്കാൻ ഇടവരുന്നതും യേശു അന്ന് കഫർനാമിലെ സിനഗോഗിൽ വെച്ച് യഹൂദന്മാരുടെ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് സംസാരിച്ച ആ ശ്രദ്ധേയമായിട്ടുള്ള പ്രബോധനമാണ് എന്നുള്ളതാണ് വസ്തുത. അതിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കണം, കാലങ്ങൾ കഴിഞ്ഞാലും യേശുവിന്റെ വാക്കുകൾ വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നു. അത് ഇന്നും ജീവിക്കുന്ന അനുഭവമായിട്ട് മനുഷ്യർ അത് അനുഭവിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. ജീവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്